വീഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. റൺകോൺ ഹെൽസ്ബി ഉപതെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും എണ്ണൽ നടന്നു. റിഫോം യുകെയും ലേബർ പാർട്ടിയും തമ്മിൽ വെറും 4 വോട്ടുകളുടെ വ്യത്യാസം മാത്രം. ആദ്യ ഉപതെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിടുന്ന നിഗൽ ഫരാജിന്റെ പാർട്ടി നേരിയ ഭൂരിപക്ഷത്തിൽ മുന്നിലാണെന്ന് പാർട്ടി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആക്രമണത്തിന് ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് മുൻ ലേബർ എംപി മൈക്ക് അമഷ്ബേരി രാജിവെച്ചതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ സർ കെയർ സ്റ്റാർമറുടെ ആദ്യത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് പരീക്ഷണമായ വോട്ടെടുപ്പ് ആരംഭിച്ചത്. ലേബർ പാർട്ടി വീണ്ടും വോട്ടെണ്ണൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പരിഷ്കരണ വിജയത്തിൽ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് ഫാരേജ് പറഞ്ഞു. ഇത് തുടർച്ചയായ മേയർ തെരഞ്ഞെടുപ്പുകളിൽ ലേബർ പിടിച്ചു നിന്നതിന് ശേഷം രാത്രിയിലെ ആദ്യത്തെ വലിയ വിജയം അവർക്ക് നൽകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ 14,696 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ റൺകോൺ സുരക്ഷിതമായ ലേബർ സീറ്റായിരുന്നു. ബാലറ്റ് പേപ്പറുകളുടെ കെട്ടുകൾ പരിശോധിക്കുമ്പോൾ കൗണ്ടിലെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം ഒത്തുകൂടി. വീണ്ടും വോട്ടെണ്ണൽ സ്ഥിരീകരിക്കുന്നതിന് മുൻപ് ഒരു പാർട്ടി അംഗം സഹപ്രവർത്തകന്റെ നേരെ 4 വിരലുകൾ ഉയർത്തിക്കാട്ടുന്നത് കണ്ടു. 1973 ബെർവിക് ഓൺ ട്വീറ്റിലാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായത്. അന്ന് ലിബറലുകളുടെ വെറും 57 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ആദ്യ ഫലസൂചനകളിൽ ലേബർ പാർട്ടി നോർത്ത് ടൈനസൈഡിലും ഡോൺകാസ്റ്ററിലും വെറും 100 കണക്കിന് വോട്ടുകൾക്ക് മേയർ സ്ഥാനം നേടിയെന്നും വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിലെ മേയർ തെരഞ്ഞെടുപ്പിലും അവർ 5,949 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ നിലനിന്നു. കാരണം ടോറികൾ റീഫോമിനും ഗ്രീൻസിനും പിന്നിൽ 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 3 മത്സരങ്ങളിലും റീഫോം 2ാം സ്ഥാനത്തെത്തിയതോടെ ലേബറിന്റെ വോട്ട് വിഹിതം ഗണ്യമായി കുറഞ്ഞുവെന്നും ഫലസൂചനകൾ. ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗിന്റെ വകുപ്പ് ഫണ്ടിംഗ് അളവിൽ കുറവ് വരുത്തിയതിനെ തുടർന്ന് പ്രസവ സുരക്ഷയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ പ്രചാരണക്കാർ ചോദ്യം ചെയ്തു. മോശം പരിചരണത്തെക്കുറിച്ചുള്ള ഇടക്കാല റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഷ്രൂസ്ബറി ആൻഡ് ടൈൽഫോർഡ് NHS ട്രസ്റ്റിൽ പ്രസവ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി പ്രതിവർഷം ഏകദേശം 100 മില്യൺ പൗണ്ട് നിക്ഷേപിക്കപ്പെട്ടുവെന്നും പറയുന്നു. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ മാറ്റങ്ങൾ അർത്ഥമാക്കുന്നത് ഈ വർഷം പ്രസവ പരിചരണത്തിനായി ഫണ്ടിന്റെ 2 മില്യൺ പൗണ്ട് മാത്രമേ ചെലവഴിക്കാൻ കഴിയൂ എന്നും. ട്രസ്റ്റിലെ മോശം പരിചരണം മൂലം മകളെ നഷ്ടപ്പെട്ട റിയാനൻ ഡേവിസ് ഈ തീരുമാനത്തെ വെസ്റ്റ് ട്രീറ്റിംഗിന്റെ തികഞ്ഞ വഞ്ചന എന്നും വിശേഷിപ്പിച്ചു. എങ്ങനെ ഏറ്റവും നന്നായി ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാൻ പ്രാദേശിക ആരോഗ്യ നേതാക്കൾക്ക് പണം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രസവ സുരക്ഷയ്ക്ക് ഒരു തകർച്ച വരുത്തുന്ന തീരുമാനമാണെന്നാണ് റോയൽ കോളേജ് ഓഫ് മിഡ്വൈഫ്സ് ഈ ധനസഹായ തീരുമാനത്തെ വിശേഷിപ്പിച്ചതും. ഇംഗ്ലണ്ടിൽ രോഗികൾക്ക് സമയത്ത് ചികിത്സ ലഭിക്കുന്നില്ലെന്ന പരാതി നിലനിൽക്കവേ രോഗിയുടെ ഫയലിൽ തെറ്റുകളും കടന്നുവരുന്നതായി റിപ്പോർട്ട്. ഇംഗ്ലണ്ടിലെ 4 രോഗികളുടെയും മെഡിക്കൽ രേഖകളിൽ തെറ്റുകൾ കടന്നുകൂടുന്നുവെന്നാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. രോഗം, ഉപയോഗിക്കുന്ന മരുന്നുകൾ, നൽകിയിട്ടുള്ള ചികിത്സകൾ എന്നിവ സംബന്ധിച്ച സുപ്രധാന വിവരങ്ങളിലാണ് പിശകുകൾ കടന്നുകൂടുന്നത്. ഈ മണ്ടത്തരങ്ങൾ മൂലം രോഗികൾക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും ചികിത്സകളും നിഷേധിക്കപ്പെടുകയോ പരിചരണം ലഭ്യമാകാതെ പോവുകയോ ആവശ്യമില്ലാത്ത മരുന്നുകൾ നൽകപ്പെടുകയോ ചെയ്യുന്നുവെന്നും NHS വാച്ച് ടോക്ക് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ചില രോഗികളുടെ ഔദ്യോഗിക മെഡിക്കൽ ചരിത്രത്തിൽ ഒരിക്കലും ബാധിച്ചിട്ടില്ലാത്ത രോഗങ്ങൾ പോലും ഇടം പിടിച്ചുവെന്നും ഞെട്ടിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു. അടിസ്ഥാന കാര്യങ്ങളെങ്കിലും ശരിയാക്കാനാണ് ഹെൽത്ത് വാച്ച് ഇംഗ്ലണ്ട് NHSന് നൽകുന്ന ഉപദേശം. ജീവനക്കാർ രോഗികളുടെ വിവരങ്ങളും ചികിത്സകളും രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായിരിക്കാൻ കൂടുതൽ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ഉയർന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രീയത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ 17 പേർ വേദിയിലുണ്ടാകും. എന്നാൽ ചടങ്ങിൽ സംസാരിക്കുന്നത് 3 പേർ മാത്രം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഷിപ്പിംഗ് പോർട്സ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ, സംസ്ഥാന മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ, സജി ചെറിയാൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MP മാരായ ശശി തരൂർ, അടൂർ പ്രകാശ്, MA റഹീം, M വിൻസെന്റ് MLA, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, മേയർ ആര്യ രാജേന്ദ്രൻ, അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി എന്നിവർ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശന് വേദിയിൽ ഇരിപ്പിടം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രസംഗിക്കുന്നത് 3 പേർ മാത്രം. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, VN വാസവൻ എന്നിവരാണ് ചടങ്ങിൽ പ്രസംഗിക്കുക. ഉദ്ഘാടന ചടങ്ങിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെ: 10:30 പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെത്തും. 25 മിനിറ്റ് പദ്ധതി പ്രദേശത്ത് സന്ദർശനം. 11 മണിക്ക് പ്രധാനമന്ത്രി വേദിയിലേക്ക്. പ്രധാനമന്ത്രി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. 11:02 മുതൽ 11:05 വരെ തുറമുഖം മന്ത്രി VN വാസവന്റെ സ്വാഗത പ്രസംഗം. 11:05 മുതൽ 11:10 വരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം. 11:10 മുതൽ 11:15 വരെ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. 11:15 മുതൽ 12 മണി വരെ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. 12 മണിക്ക് പ്രധാനമന്ത്രി തിരികെ മടങ്ങും. വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്താനും വോട്ടെടുപ്പ് കൂടുതൽ സുഗമമാക്കാനുമുള്ള പുതിയ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്നു. മാർച്ച് മാസത്തിൽ നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ സമ്മേളനത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അവതരിപ്പിച്ച കാര്യങ്ങൾക്കനുസൃതമായാണ് ഈ നടപടി. സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു, ഡോക്ടർ വിവേക് ജോഷി എന്നിവരും പങ്കെടുത്തിരുന്നു. ഇനി മുതൽ 1960 വോട്ടർമാരുടെ രജിസ്ട്രേഷൻ നിയമത്തിലെ ചട്ടം 9, 1969 ജനനമരണം രജിസ്ട്രേഷനിലെ നിയമത്തിലെ സെക്ഷൻ
35B എന്നിവ പ്രകാരം ഇന്ത്യയുടെ രജിസ്ട്രാർ ജനറലിൽ നിന്ന് ഇലക്ട്രോണിക് മാർഗം മരണ രജിസ്ട്രേഷൻ ഡാറ്റ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കും. ഇതിലൂടെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും മരണം രജിസ്റ്റർ ചെയ്ത വിവരം സമയബന്ധമായി ലഭ്യമാക്കും. അതോടൊപ്പം ഫോം 7 വഴി ഔദ്യോഗിക അപേക്ഷ വരാനായി കാത്തിരിക്കാതെ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ BLOമാർക്ക് സാധിക്കുമെന്നും പുതിയ മാറ്റത്തിൽ പറയുന്നു. സിനിമാ സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും. കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നു. ചികിത്സയ്ക്കായി ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം. കാശി, കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയൺ, ബെൻ ജോൺസൺ, ലോകനാഥൻ IAS, പതാക, മാറാത്ത നാട് തുടങ്ങിയ സിനിമകൾ അഭിനയിച്ച താരമാണ് വിഷ്ണുപ്രസാദ്. സീരിയൽ രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു. നടൻ കിഷോർ സത്യയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. യാത്രാമധ്യേ ബസ് വഴിയിൽ നിർത്തി നിസ്കരിച്ച കർണാടക SRTC ബസ് ഡ്രൈവർക്ക് സസ്പെൻഷൻ. ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ നടപടി. ഏപ്രിൽ 29-നാണ് നടപടിക്കാസ്പദമായ സംഭവം ഉണ്ടായത്. ഹുബള്ളിക്കും ഹാവേരിക്കും ഇടയിലുള്ള റൂട്ടിലായിരുന്നു സംഭവം. വീഡിയോയിൽ യൂണിഫോം ധരിച്ച ജീവനക്കാരൻ യാത്രക്കാർ കാത്തിരിക്കുമ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന ബസിനുള്ളിൽ സീറ്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. ഔദ്യോഗിക ഡ്യൂട്ടി സമയം മതപരമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെ വിമർശനത്തിന് കാരണമായി. സംഭവത്തിന്റെ വീഡിയോ വൈറലായത് കർണാടക ഗതാഗത വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ജീവനക്കാരനെതിരെ ഗതാഗത മന്ത്രി രാമലിംഗാറെഡ്ഡി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജീവനക്കാരൻ സർവീസ് നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനാൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. ഇനി സ്പോർട്സ് വാർത്തകൾ. യൂറോപ്പ ലീഗ് സെമി ഫൈനലിന്റെ ആദ്യ പാദത്തിൽ തകർപ്പൻ വിജയവുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കഴിഞ്ഞ ദിവസം സ്പെയിനിൽ ചെന്ന് അത്ലറ്റിക് ബിൽബാവോയെ നേരിട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് വിജയിച്ചത്. മത്സരത്തിന്റെ തുടക്കത്തിലെ അത്ലറ്റിക് ക്ലബിന്റെ സമ്മർദ്ദം അതിജീവിച്ച റൂബൻ അമോറിമിന്റെ ക്ലബ്ബ് 30-ാം മിനിറ്റിൽ കസമെറോയിലൂടെ ലീഡെടുത്തു. ഇതിനുശേഷം യുണൈറ്റഡ് കളിയുടെ നിയന്ത്രണവും ഏറ്റെടുത്തു. ഹാരി മഗ്വയറിന്റെ മനോഹരമായ വിംഗ് പ്ലേ ആണ് ആദ്യ ഗോളിനായുള്ള അവസരമൊരുക്കിയത്. മഗ്വയർ വലത് വിങ്ങിൽ നിന്ന് നൽകിയ ക്രോസ് ഉഗാർത്ത ഗോൾ മുഖത്തേക്ക് തിരിച്ചുവിട്ടു. അത് ഒരു ഡൈവിംഗ് ഹെഡറിലൂടെ കസമിറോ വലയിലാക്കി. സ്കോർ 1-0. ഇതിനുശേഷം കളിയാകെ മാറുകയായിരുന്നു. IPL പ്ലേ ഓഫിൽ നിന്ന് ചെന്നൈ പുറത്തായതിന് പിന്നാലെ ആരൊക്കെ എത്തുമെന്ന ചർച്ചകളാണ് സജീവം. കൊൽക്കത്ത, രാജസ്ഥാൻ, ഹൈദരാബാദ് എന്നിവയ്ക്ക് പ്ലേ ഓഫ് കളിക്കണമെങ്കിൽ അല്പം കഷ്ടപ്പെടേണ്ടതുണ്ട്. 49 മത്സരങ്ങളാണ് ആകെ ഈ സീസണിൽ കഴിഞ്ഞത്. തുടർച്ചയായ 5 ജയത്തോടെ മുംബൈ പ്ലേ ഓഫിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുമുണ്ട്. മറ്റു ടീമുകളുടെ സാധ്യത ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 111.75 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം